നമസ്കാരം, ഞാൻ ലിജിത. ലേൺ ഇംഗ്ലീഷ് വിത്ത് ലിജിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീട്ടമ്മമാർക്കുള്ളതാണ്. അവർക്കും വേണ്ടേ ഇംഗ്ലീഷ് പഠിക്കുക? വേണല്ലോ അല്ലെ? എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല. ഈ പ്രായത്തിലാണോ ഇപ്പൊ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കേണ്ടത്? ഇപ്പൊ ഞാനൊക്കെ ഇംഗ്ലീഷ് പറയുന്നത് കേട്ടാ മറ്റുള്ളവർ ചിരിക്കില്ലേ? ഒരുപാട് തെറ്റുകൾ സംഭവിക്കില്ലേ? അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. അങ്ങനെയുള്ളവർ ഒന്ന് ശ്രദ്ധിക്കൂ. പഠിക്കാൻ പ്രായപരിധിയില്ല. തുടങ്ങാനുള്ള ധൈര്യം മാത്രം മതി. അതുണ്ടോ? തുടങ്ങാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ഇംഗ്ലീഷ് പഠിച്ചിരിക്കും. ദിവസവും നിങ്ങളൊരു 5-10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ വാക്കുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ സെന്റൻസുകൾ ഇതൊക്കെ പഠിച്ച് പഠിച്ച് നിങ്ങൾക്ക് എന്താണ് അനായാസേന അല്ലെ നിഷ്പ്രയാസം ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും. ഇനി എന്തുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ചോദിക്കുന്നവരോട് അല്ലെ, ഇംഗ്ലീഷ് ഇപ്പോൾ പഠിച്ചിട്ട് പരീക്ഷ പാസ്സാവാൻ വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല അല്ലെ. നമുക്ക് ഇപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ നല്ല സ്കൂളുകളിലായിരിക്കും പഠിക്കുന്നുണ്ടാവുക അല്ലെ. അപ്പോൾ നല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ വീട്ടിൽ വരുമ്പോൾ അവര് പലപ്പോഴും ഇംഗ്ലീഷ് ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക അല്ലെ. അല്ലെങ്കിൽ എന്താണ് പാരന്റ്സ് മീറ്റിങ്ങിൽ ടീച്ചേഴ്സ് പറയും വീട്ടിൽ നിന്ന് കുട്ടികളോട് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് അവരുടെ സ്വന്തം മക്കളോട് കുറച്ചെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ല്ലേ. അതുപോലെ തന്നെ പുറത്ത് പോകുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഹോസ്പിറ്റലിലായാലും എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസിൽ അല്ലെങ്കിൽ ഒരു ബാങ്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോൾ നമുക്ക് എന്താണ് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത് പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യം. എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാമെന്ന് ചോദിക്കുന്നവരോടാണ് ആദ്യം ചെറിയ ചെറിയ വാക്കുകൾ നമുക്ക് പഠിക്കാം അല്ലെ. ആദ്യം ചെറിയ ചെറിയ വാക്കുകൾ പഠിച്ചിട്ട് വലിയ സെന്റൻസിലേക്ക് തുടങ്ങാം. അതായത് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് സോറി അല്ലെ, സോറി എന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ പ്ലീസ്, വെൽക്കം, ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വാക്കുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെന്റൻസിലേക്ക് മാറാൻ പറ്റും. ഓരോ കുഞ്ഞു കുഞ്ഞു സെന്റൻസുകൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മള് വീട്ടമ്മമാരാകുമ്പോൾ അധികം അടുക്കളകളിലൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ അടുക്കളയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണ് കുഞ്ഞു കുഞ്ഞു സെന്റൻസിൽ നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം. ഇനി വീട്ടിൽ നമ്മൾ എന്തെങ്കിലും പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് ഐ എം കുക്കിംഗ് അല്ലെ. ഇനി നിങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഐ ആം ഡ്രിങ്കിങ് ടീ അല്ലെ. ഐ എം ഡ്രിങ്കിങ് എ ടീ എന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഐ എം ക്ലീനിങ് മൈ ഹൗസ് എന്ന് പറയാൻ പറ്റും അല്ലെ. ഇനി നിങ്ങളുടെ മക്കളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് പറയാം? ഐ ആം ഹെൽപ്പിംഗ് മൈ ചൈൽഡ്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സെന്റൻസുകൾ നമ്മൾ പറയാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദിവസവും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സെന്റൻസുകൾ പറയാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം ഇത് പറയാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി തെറ്റുകളൊക്കെ എല്ലാവർക്കും സംഭവിക്കും. ആദ്യമൊക്കെ പറയുമ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ വന്നിരിക്കാം. പക്ഷേ മിസ്റ്റേക്ക് വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്മാറുകയല്ല ചെയ്യേണ്ടത്. പിന്നെന്ത് ചെയ്യണം? പറഞ്ഞ് 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 പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നിഷ്പ്രയാസം ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ആദ്യത്തെ ദിവസമൊന്നും ആരും പെർഫെക്റ്റ് ആവില്ല. കാരണം എന്താണ്? ആദ്യമല്ലേ. ഇപ്പൊ ഒരു കുട്ടി നടന്നു തുടങ്ങുമ്പോൾ കുറേ പ്രാവശ്യം വീണിട്ടൊക്കെ തന്നെയാണ് കറക്റ്റ് ആയിട്ട് നടക്കാൻ പഠിക്കുക അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുട്ടി മലയാളം നമുക്കറിയാലോ, ഒരു കുഞ്ഞു കുട്ടി എങ്ങനെയാണോ മലയാളം സംസാരിച്ചു വരുന്നത്, ഒരുപാട് മിസ്റ്റേക്കുകൾ പറഞ്ഞിട്ട് തന്നെയല്ലേ അവർ പഠിച്ചു വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞു വാക്കുകൾ പഠിച്ചു, കുഞ്ഞു സെന്റൻസുകൾ പഠിച്ചു. അതിൽ തെറ്റൊക്കെ സംഭവിക്കാം. എങ്കിൽ അത് കറക്റ്റ് ഒക്കെ ചെയ്ത് നമ്മൾ എന്താണ് പറഞ്ഞ് പറഞ്ഞ് നല്ല കോൺഫിഡൻസോട് കൂടി നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. ചാനലിൽ എന്തൊക്കെ പഠിക്കാം എന്ന് ചോദിച്ചാൽ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെന്റൻസസ്, അതേപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ്, ഗ്രാമർ, വൊക്കാബുലറി, പ്രൊനൗൺസിയേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ട് മലയാളത്തിൽ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നതാണ്. ആർക്കും അതിനെക്കുറിച്ച് യാതൊരു ആശങ്കയും വേണ്ട. നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ മാത്രം മതി അല്ലേ. ശ്രമമാണ് എല്ലാത്തിൻ്റെയും വിജയം എന്ന് പറയില്ലേ. ശ്രമിച്ചാൽ മാത്രം മതി, നിങ്ങൾ ഉറപ്പായിട്ടും ഇംഗ്ലീഷ് പഠിച്ചിരിക്കും. അപ്പൊ ചെറിയ ചുവടുവെപ്പാണ് എന്താണ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ലേൺ ഇംഗ്ലീഷ് വിത്ത് ലിജിത എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് മുതൽ നമ്മളൊരു 30 ഡേയ്സ് കോഴ്സാണ്, ഒരു സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡേ 1 എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും. അടുത്ത വീഡിയോ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാവില്ലേ? ഇംഗ്ലീഷ് പഠിക്കണ്ടേ നിങ്ങൾക്ക്? കോൺഫിഡൻസ് ആയി സംസാരിക്കണ്ടേ? തീർച്ചയായും പോന്നോളൂ. നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.